and students, Neet 2024 നാഷണൽ മെഡിക്കൽ കമ്മീഷനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും 2024 നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഈ അപ്ഡേറ്റ്സുകളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ അവരുടെ വെബ്സൈറ്റിൽ നീറ്റ് എക്സാമിനേഷന്റെ സിലബസുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. റീസെന്റ് NTA അത് കൺഫേം ചെയ്തതോടുകൂടി എക്സാമിനേഷൻ എഴുതാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ പഠനം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായി വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ബയോളജി പ്രൈവറ്റ് ആയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടെ എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ആൻഡ് ഇംഗ്ലീഷ് ആസ് എ കോർ സബ്ജക്ട്, ഈ ഒരു കോമ്പിനേഷനിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് നീറ്റ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ ഈ ഒരു കോമ്പിനേഷൻ അല്ലാതെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ബയോളജി +2 ശേഷം പ്രൈവറ്റ് ആയി ഒരു സബ്ജക്റ്റ് ആയി എടുത്ത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാലും നീറ്റ് എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി നൽകിയിരിക്കുകയാണ്. 2 സാധ്യതകളാണ് ഈ ഒരു അപ്ഡേറ്റ്സ് നമ്മൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. കറന്റ്ലി പ്രിപ്പറേഷൻസ് ചെയ്ത് എക്സാമിനേഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അതല്ലാതെ 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാമിനേഷൻ എല്ലാ വർഷവും എഴുതിക്കൊണ്ടിരിക്കുന്നത്. വരും വർഷങ്ങളിലേക്ക് നമ്മളുടെ പ്രിപ്പറേഷൻസിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോമ്പീറ്റൻസി ലെവൽ ഹയർ ആവാനുള്ള സാധ്യതയും കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റിനെ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ കോമ്പറ്റീഷനിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബയോളജി അഡീഷണൽ ആയിട്ട് പഠിച്ച് നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും എന്നുള്ള ഒരു എലിജിബിലിറ്റി കൂടെയാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് പ്രൊസീജിയർ. എന്താണ് സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് പ്രൊസീജിയർ? 2023 നീറ്റ് എക്സാമിനേഷന്റെ സമയത്ത് തന്നെ NMC സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2024 നീറ്റ് എക്സാമോടുകൂടി ഇത് പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് NMC നൽകിയിരിക്കുന്ന സൂചന. നോർമലി നീറ്റ് എക്സാമിനേഷൻ ഒരു വിദ്യാർത്ഥി എഴുതി കഴിഞ്ഞാൽ ഒരു ലെങ്തി പ്രോസസ്സിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം റിസൾട്ട് വരുന്നു, അതിനുശേഷം ഓൾ ഇന്ത്യ ബേസിസിലും അതാത് സ്റ്റേറ്റ് മെട്രിക്സിന്റെ ബേസിസിലുമുള്ള റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അതിനുശേഷം വീണ്ടും കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ടാണ് അലോട്ട്മെന്റ് വഴി നമുക്ക് സീറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുള്ള CMC വെല്ലൂർ ആയാലും AFMC ആയാലും ജിപ്മറിലായാലും കർണാടക സ്റ്റേറ്റിലായാലും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് പ്രൊസീജിയർ വരുന്നത് കാരണം ഈ എല്ലാ പ്രോസസ്സും സിംഗിൾ ചാനലിലൂടെ തന്നെ കണ്ടക്ട് ചെയ്ത് മാക്സിമം വിദ്യാർത്ഥികൾക്ക് ആദ്യ ചാൻസിൽ തന്നെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. നോർമലി JEE മെയിൻസ് അതുപോലെ തന്നെ JEE അഡ്വാൻസ് എക്സാമിനേഷൻ എല്ലാം സെൻട്രലൈസ്ഡ് ബോഡി വഴിയാണ് നടക്കുന്നത്. ജോയിന്റ് സീറ്റ് അലോട്ട്മെന്റ് സിസ്റ്റം വഴിയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നീറ്റിന്റെ കേസിലും ഈ ഒരു സിസ്റ്റം വരുന്നതോടുകൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും മാക്സിമം സീറ്റ് അലോട്ട്മെന്റ് ആണ് നടക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ റിസർവേഷൻസോട് കൂടി തന്നെയാണ് സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത്രയും അപ്ഡേറ്റ്സുകളാണ് 2024 നീറ്റ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് NMCയും അതുപോലെ തന്നെ NTAയും നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനിയും ഇൻഫർമേഷൻസ് വരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. 2024 മെയ് 5 നടക്കുന്ന നീറ്റ് എക്സാമിനേഷന്റെ നിങ്ങളുടെ ഒഫീഷ്യൽ കൗണ്ട്ഡൗണും പേഴ്സണൽ കൗണ്ട്ഡൗണും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാം.